വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുള്ള ഡയപ്പേഴ്സ്, ഇനി യൂസ് ചെയ്യാനുള്ള ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ബേബിക്ക് ഇപ്പം 4 months ആയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇത്രയും നാൾ യൂസ് ചെയ്ത ഡയപ്പേഴ്സും പിന്നെ ഇനി വരാൻ ഞങ്ങൾ കുറച്ച് പുതിയ ഡയപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ ഒരു ന്യൂ ബോണിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാമിലി വേറെ ന്യൂ ബോൺ ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫോൾട്ട്സ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹഗ്ഗീസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഹഗ്ഗീസ് ഫസ്റ്റിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ഇതേപോലെ ഒരു ഹോസ്പിറ്റൽ ബാഗ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് വഴി ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ അയച്ചു തന്നത് ആദ്യമേ ഹഗ്ഗീസിൻ്റെ ഡയപ്പേഴ്സാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം തൊട്ട് മേടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഹഗ്ഗീസിൻ്റെ ഡയപ്പറാണ് ഞങ്ങൾക്ക് ആദ്യം തൊട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയപ്പറാണ്. ഇതാണ് ഹഗ്ഗീസിൻ്റെ ഡയപ്പർ. ഇതിപ്പം മീഡിയം ആണ്. ഇപ്പം ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബേബി സ്മോൾ സൈസ് ആണെങ്കിൽ 5 തൊട്ട് 7 വരെയാണ് സ്മോൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു സൈസ് കൂടുതൽ എടുക്കണം. ഇപ്പം സൈസ് സ്മോളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ സൈസ് മീഡിയം എടുക്കണം. അപ്പം അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഹഗ്ഗീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഹഗ്ഗീസിൻ്റെ ഡയപ്പർ. സോഫ്റ്റാണ്. ഇപ്പം നല്ലൊരു അകത്തൊക്കെ നല്ല അത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹഗ്ഗീസ് നല്ലൊരു ഡയപ്പറാണ്. ഇപ്പം ഞങ്ങൾ ഫസ്റ്റിലെ തൊട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഹഗ്ഗീസാണ് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ഹഗ്ഗീസിൻ്റെ ഒരു ഫോൾട്ടാണോ എന്നറിയത്തില്ല, ഇത് ഇടയ്ക്ക് വെച്ച് യൂസ് ചെയ്ത സമയത്ത് റാഷസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റാഷസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ബട്ട് നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ ഹഗ്ഗീസ് നമുക്ക് അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. ഇത് ഫസ്റ്റ് ക്രൈയുടെ പ്രീമിയം പ്രോഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്രൈയുടെ ഔട്ട്ലെറ്റിലും ചില ഷോപ്സിലും പിന്നെ ഫസ്റ്റ് ക്രൈയുടെ ആപ്പിലും നമുക്കിത് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഇപ്പം എല്ലായിടത്തും ഈസി ആയിട്ട് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്രൈയുടെ ആമസോണിലെല്ലാം കിട്ടും. ഫസ്റ്റ് ക്രൈയുടെ ആപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചുകൂടെ ഓഫേഴ്സിൽ കിട്ടും. അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡയപ്പറാണ് ഹഗ്ഗീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് R4 റാബിറ്റിൻ്റെ ഫെദർ ഡയപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാര്യം ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സൂപ്പറാണ്. ലൈക്ക് ഭയങ്കര ഒരു കോട്ടൺ ആണ്. ഇനി നമ്മളാണെങ്കിൽ യൂറിനകത്ത് പോകുന്ന ടൈമിൽ അതാണെങ്കിൽ വെറ്റ്നെസ് ഒന്നും വെളിയിൽ വരത്തില്ല. കുറച്ചുകൂടെ ടൈം ഇതിനകത്ത് യൂറിനൊക്കെ അബ്സോർബ് ആകും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സൂപ്പറായിട്ടുള്ള കവറേജ് ഇത് തരുന്നുണ്ട്. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് ഏറ്റവും നല്ല ഡയപ്പർ ഏതാണെന്നുള്ളൊരു അനാലിസിസ് എന്തോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടത് R4 റാബിറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷേ സൂപ്പർബായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, നല്ല രസമുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ഡീമെറിറ്റ് എന്നല്ല, ഞങ്ങൾക്ക് തോന്നുന്നതാണ് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മേടിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ബാക്കി ഇപ്പോൾ ഞാൻ ഹഗ്ഗീസ് പറഞ്ഞാൽ ഹഗ്ഗീസിനെക്കാട്ടിലും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പിന്നെ അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പം ഞങ്ങളുടെ വീട് കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്ത് ഞങ്ങൾ കുറച്ച് ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും അവർ R4 റാബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് പോലും കേട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ ഇത് നമുക്ക് എക്സ്ക്ലൂസീവലായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് മേടിക്കണം. നല്ല സൂപ്പർബായിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പറയാണ്. ഇതൊരു യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത് R4 റാബിറ്റാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബംടമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോവാണ്. ഇത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ ചേച്ചി ഇതേപോലെ ഇപ്പം ചേച്ചിയുടെ ബേബി ഇപ്പം 4 months ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും ചേച്ചിയുടെ വീട്ടിൽ ഇതേപോലെ ബംടമിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നതുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ നല്ല പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം അവിടുത്തെ കുട്ടിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊന്ന് മേടിച്ചാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. അതിൻ്റെ ഡയപ്പർ എടുത്ത് കാണിക്കാം. ഇത് വെളിയിലൊരു പ്ലാസ്റ്റിക് മോഡലാണ്. പ്ലാസ്റ്റിക്കാണോ ഒരു സ്റ്റിക്കി ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള സംഭവം. പിന്നെ അകത്ത് കോട്ടൺ പോലെ ഒരു സംഭവമാണ്.
ഇത് കുഴപ്പമില്ല, എങ്കിലും യൂസ് ചെയ്തിട്ടല്ലേ അറിയത്തുള്ളൂ. ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ഒരു സംഭവം മാതിരി ഇരിക്കുന്നുണ്ട്. യൂസ് ചെയ്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഇതുവരെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ബംടം. അത്യാവശ്യം നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കിനും പ്രൈസ് നല്ല, ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റ് 72 പാൻസ് ഉണ്ട്. ഇതൊരു മീഡിയമാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, ഇത്രയും നേരം ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഇനി കുറച്ച് ക്ലോത്ത് ഡൈപ്പേഴ്സ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഞങ്ങൾ 3 ക്ലോത്ത് ഡൈപ്പേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. ക്ലോത്ത് ഡൈപ്പേഴ്സ് എന്തുകൊണ്ടും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അതായത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത്രയും റേറ്റ് ഒന്നും ആവത്തുമില്ല. നമുക്കൊരു സാധനം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ വലുതാവുന്ന വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴുകി യൂസ് ചെയ്യാം. അപ്പം കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മോഷനൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കഴുകാൻ വേണ്ടിയിട്ട്. യൂറിൻ മാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബട്ട് മോശം വരുമ്പോഴത്തേക്കിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കഴുകാൻ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് അബ്സോർവ് ആവത്തില്ല. ഈ ഒരു മോശം വന്നാലോ അല്ലെങ്കിൽ യൂറിൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈ ആവത്തില്ല, വെറ്റ്നെസ് എപ്പോഴും കാണും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒരു ഉറക്കം ഡിസ്റ്റർബൻസ് ആയിരിക്കും. ലൈക്ക് അവർക്കിപ്പം 3 to 4 months എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ ബോഡി സെൻസിറ്റീവ് ആയിരിക്കും. വെള്ളമൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതേപോലെയുള്ള വെറ്റ്നെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഉറക്കം ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം നമുക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവർ കണ്ടിന്യൂസ് ഉറങ്ങുന്നത് രാത്രി നൈറ്റ് ടൈമിലൊന്നും ഇത് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഇത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പല ഏരിയയിലും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട്, കത്തിക്കാനൊക്കെ ഭയങ്കര പാടുള്ള സാധനമാണ്. പിന്നെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ചിലത് പല ടൈപ്പ് മോഡലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു മോഡലെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതെന്ന് പറയുന്ന ഒരു ഇൻസേർട്ടറാണ്. ലൈക്ക് ഇൻസേർട്ടറാണ്. ഈ ഇൻസേർട്ടർ ആണെങ്കിൽ നമുക്ക് ഇതേപോലുള്ളൊരു ഒരു ഡയപ്പർ മാതിരി വരും. ഈ ഒരു സംഭവത്തിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് സാധാരണ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. ലൈക്ക് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇതിനകത്ത് കുറേ ബട്ടൺ മാതിരിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിനും കുട്ടിയുടെ സൈസ് അനുസരിച്ച്, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതിവിടെ വരെ കൊടുക്കാം. ഇച്ചിരി വലിയ സൈസ് ഉള്ളതാണെങ്കിൽ ആ രീതിയിൽ അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസേർട്ടർ റിമൂവ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ഒരു ലൈക്ക് നമ്മളിതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിങ്ങനെ ഇവിടെ കാലിട്ടിട്ട് ഇതിനകത്ത് വേറെ ഇൻസേർട്ടറൊന്നും വന്നിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇതും അധികം അബ്സോർവ് ചെയ്യത്തില്ല. ഒരു യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റണം. ലൈക്ക് നമ്മൾ ഈ തുണി യൂസ് ചെയ്യത്തില്ലേ കുട്ടികൾക്ക് ജനിച്ച സമയത്തൊക്കെ, അതിനകത്ത് തന്നെയാണ്. ഈ അധികം അബ്സോർവ് ചെയ്യാത്ത സമയത്ത് വെറ്റ്നെസ് നല്ല രീതിയിൽ കാണും. അപ്പം തന്നെ റിമൂവ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് വേറൊരു ടൈപ്പറാണ്. ഇതിനകത്ത് ഇൻസേർട്ടർ എന്ന് പറയുന്നത് ലൈക്ക് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട ഇങ്ങനൊരു ക്ലോത്ത് മാതിരിയാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനൊരു ക്ലോത്ത് മാതിരിയാണ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. ഇത് വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ കണക്ക് ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺസിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇതും ഇതാണ് ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂ ബോൺ ഫേസിലാണെങ്കിൽ കുട്ടികളാണെങ്കിൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യും, മോഷൻ പാസ് ചെയ്യും. അപ്പോൾ അവർക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ ടൈമിലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഞങ്ങളാണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യത്തില്ല. ഇതിൽ ക്ലോത്ത് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഉറക്കവും നഷ്ടപ്പെടുക, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങത്തുമില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്കിനും അതൊരു സ്റ്റേബിൾ ആവുമായിരിക്കും. ഒരു ഷെഡ്യൂൾഡ് ടൈമിൽ ഈ യൂറിനും മോഷനും ഒക്കെ പോവും. അപ്പോഴിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു ഓപ്ഷനാണ്.
ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സിനെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ക്ലോത്ത് ഡൈപ്പേഴ്സ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലുള്ള ഡൈപ്പേഴ്സാണ്, ഞങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഡൈപ്പേഴ്സ്. പക്ഷെ ഇനി പറയാൻ പോയത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഡൈപ്പേഴ്സാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേബി ഹഗ്ഗാണ്. ബേബി ഹഗ്ഗ് ഞങ്ങൾ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഷോപ്പിൽ ഫസ്റ്റ് ക്രൈയിൽ തന്നെ പോയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു അവിടെ ഭയങ്കര സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഡയപ്പറാണ് ബേബി ഹഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേബി ഹഗ്ഗിൻ്റെ പ്രോ ആണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ പ്രോ മേടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനും ന്യൂ ബോണിൻ്റെ എക്സ്ട്രാ സ്മോൾ സൈസാണ് മേടിച്ചത്. പക്ഷേ അത് രണ്ട് ഈ കാലിൻ്റെ സൈഡിൽ കൂടെ അത് ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ സൈസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, ഭയങ്കര അവൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ലീക്കേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഹഗ്ഗീസാണ് ആദ്യം തൊട്ട് യൂസ് ചെയ്തത്. ഹഗ്ഗീസിലൊരു കുഴപ്പമില്ല. അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ലീക്കേജ് ഉണ്ടാവും. ഞങ്ങൾക്ക് അന്ന് ഒരു ഡ്രോബാക്ക്, ഇപ്പം ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ബേബി ഹഗ്ഗിൻ്റെ പ്രോഡക്റ്റ് നല്ലതാണ്. പക്ഷേ ഒരു ലീക്കേജ് ഞങ്ങൾക്ക് ബേബിയുടെ അല്ലെങ്കിൽ ഒരു സൈസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, എങ്കിലും അങ്ങനെ ലീക്കേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബേബി ഹഗ്ഗ് റീസെൻ്റായിട്ട് ഹഗ്ഗീസ് എവിടെയും കിട്ടാത്തപ്പോൾ ഫസ്റ്റ് ക്രൈഡ് ഒരു ഷോപ്പിലും കിട്ടാത്തപ്പോഴത്തേക്കിനും ഞങ്ങൾ ബേബി ഹഗ്ഗ് മേടിച്ച്. പക്ഷേ സൈസ് ഇതേപോലെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സൈസിൻ്റെ പ്രശ്നമായിരിക്കും. ഞങ്ങൾ ബേബി ഹഗ്ഗിൻ്റെ പ്രോയും മേടിച്ചിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോഷൻ ആണെങ്കിൽ ലൈക്ക് ബാക്കിൽ കൂടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്കിലെ സൈഡിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ സൈഡിൽ ഇത്രയും ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ ഈ മുതുകത്തൊക്കെ വന്നിരിക്കാൻ തുടങ്ങി. ഇത് ഇങ്ങനെ താഴോട്ട് പോകുന്നില്ലായിരുന്നു. ചിലപ്പോൾ സൈസിൻ്റെ കുഴപ്പമായിരിക്കും. ഞങ്ങൾ ആ സമയത്ത് സ്മോൾ ആയിരുന്നു മേടിച്ചത്. എന്തായാലും സൈസിൻ്റെ കുഴപ്പമായിരിക്കും. അതാണ് ബേബി ഹഗ്ഗിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് തോന്നിയതാണ്. ഇപ്പം ബേബി ഹഗ്ഗിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പാമ്പേഴ്സാണ്. പാമ്പേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഡയപ്പറാണ്. ബേബി ഡയപ്പേഴ്സാണ് പാമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു ഷോപ്പിൽ ചെന്നാലും അവിടെ പാമ്പേഴ്സിൻ്റെ ഒരു 15 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ പാമ്പേഴ്സ് യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾ നേരത്തെ ബേബി ഹഗ്ഗിൻ്റെ പറഞ്ഞ പോലെ സെയിം ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായി. അതായത് ബാക്കിൽ ഇതേപോലെ മോഷൻ വരികയും അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ഇട്ടിരുന്ന ഉടുപ്പിൻ്റെ മുതുകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റിൽ എന്തായാലും ഇടണം. ഞങ്ങൾക്ക് പറ്റിയത് ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഏതൊരു കടയിൽ ചെന്നാലും പാമ്പേഴ്സിൻ്റെ നമുക്ക് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പം പാമ്പേഴ്സിൻ്റെ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സും ഉണ്ട്, അതും അവൈലബിൾ. ഞങ്ങൾ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ സാധാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയത്തിനാണ് ഞങ്ങൾക്ക് ഇതേപോലെ വന്നുള്ള ഒരു ഡ്രോബാക്ക്, ഞങ്ങൾക്ക് വന്നൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതേപോലെ മോശം വെളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ സൈസ് ഇഷ്യൂ ആയിരിക്കും. സൈസ് ഇപ്പോൾ സ്മോൾ ആണെങ്കിൽ നമ്മൾ മീഡിയം മേടിക്കണം. നമുക്ക് പറയുന്നത് സ്മോൾ ആണെങ്കിൽ മീഡിയം മേടിക്കണം, അല്ലെങ്കിൽ ഇതേപോലത്തുള്ള പ്രശ്നം വരും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ചിലപ്പം പാമ്പേഴ്സിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഞങ്ങൾക്കൊരു പ്രീമിയം പ്രോഡക്റ്റായിട്ട് ഡയപ്പേഴ്സ് തോന്നിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ജസ്റ്റ് ഒരു കാണാൻ കുറച്ച് ലൈക്ക് നമുക്ക് തോന്നുന്ന ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എനിക്കതൊരു ഭയങ്കര നല്ല പ്രോഡക്റ്റായിട്ട് തോന്നിയില്ല. അത് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പാമ്പേഴ്സ് എന്തായാലും നല്ല ഒരു പ്രീമിയം ഉണ്ട്, അല്ലാത്തത് വിൽക്കും. പക്ഷേ ഇത് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ പാമ്പേഴ്സിൻ്റെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസൈഡ് ആൻഡ് ഔട്ട് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. അതൊരു ജസ്റ്റ് ഒരു ഓക്കെ ആണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും പാമ്പേഴ്സ് സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റിൽ ഇടണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും നേരം ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോത്ത് ഡൈപ്പേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ മുതിർന്നവരൊക്കെ പറയാറുണ്ട് തുണി കൊണ്ടുപോകണം. തുണിയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള തുണി, മീൻസ് വെള്ള തുണി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം. അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ തുണിയെക്കാട്ടിലും നമ്മൾ ഈ കുട്ടികളുടെ ഈ യൂറിൻ പോകുന്ന സമയത്ത് വെക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് നാപ്പി എന്ന് പറയുന്നത്, ക്ലോത്ത് നാപ്പി. അത് ഈ ഡയപ്പർ ഫ്രീ ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടും ഈ ഒരു വെള്ള തുണിയെക്കാട്ടി നല്ലത് ഈ ഒരു നാപ്പീസ് ആയിരിക്കും. അപ്പം ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലാണെങ്കിൽ സിസൂക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ നാപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ബേബി ആദ്യത്തെ ടൈമിൽ ഞങ്ങൾക്ക് അതിൻ്റെ യൂസ് എന്തോന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ അത് യൂസ് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് തുണിയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് വെളിയിൽ പോകും. പക്ഷേ ഈ ഒരു
നാപ്പി, സിസുക്കയുടെ നാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് നമ്മൾ ഫസ്റ്റ് ന്യൂ ബോണിൻ്റെ ഫേസിലാണെങ്കിൽ കുറച്ച് അളവിലായിരിക്കും. ഒരു ടൈം യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്യും, മാക്സിമം 2, പക്ഷേ 2 വരെ ഒന്നും പോകത്തില്ല. പക്ഷെ എന്തായാലും ഒരു യൂറിനൊക്കെ അത് ഹോൾഡ് ചെയ്യും, പുറത്തോട്ട് പോകത്തില്ല. അപ്പം എന്തുകൊണ്ട് ക്ലോത്ത്സിനെക്കാട്ടും നല്ലത് നാപ്പിയാണ്. നാപ്പി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഈ ഡയപ്പർ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ എപ്പോഴും കുട്ടികൾക്ക് ഡയപ്പർ ഇട്ട് എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നാപ്പി യൂസ് ചെയ്യാം. അപ്പോൾ തുണി യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത് നാപ്പി ആയിരിക്കും. നാപ്പി കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട്, നമുക്കിപ്പം ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ബ്രാൻഡൊന്നുമില്ല, എന്തായാലും ക്ലോത്ത്സിനെക്കാട്ടും നല്ലത് നാപ്പിയാണ്. അപ്പം നാപ്പി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അതെന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. പിന്നെ വരും ദിവസങ്ങളിൽ ഒരു ന്യൂ ബോൺ ബേബീനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യാം അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറച്ച് വീഡിയോസ് ആയിരിക്കും ഞങ്ങളുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.